ഗെയിം കളിക്കുന്ന ആളാണ് അദ്ദേഹം. ഇത്രയും ഗെയിം കളിച്ചുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ ഗെയിം കളിപ്പിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അദ്ദേഹം എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം, ഇതിൽ നിന്ന് ഇതൊക്കെ എത്ര കോടി രൂപ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിനും കോടി രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അതാണ് മനുഷ്യരുണ്ടാക്കി തരാത്തൊരു സാധനം. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞ സാധനം ഉണ്ടോ, ഞാൻ 2 കോടി രൂപ ഉണ്ടാക്കി, നിങ്ങളും 2 കോടി രൂപ ഉണ്ടാക്കുന്ന വഴി പറഞ്ഞു തരാം. അതാണ് ആൾക്കാർ പറഞ്ഞു തരാത്തത്. മനസ്സിലാവണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഞാനും കൂടിക്കോട്ടെ. തന്നെ നിങ്ങൾ എടുക്കുമോ? സാധിക്കില്ലേ? എന്താ പറയാ, ഇതിൽ വലിയൊന്നും കിട്ടാനില്ല. ഭയങ്കര ബിൽഡപ്പായിരുന്നു. പിന്നെ എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ ഹേറ്റേഴ്സിനോട് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം ഹേറ്റേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ജയിക്കാൻ പറ്റിയത്. കാരണം നിങ്ങളെപ്പോഴും നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളെ ഹേറ്റേഴ്സ് കൂടുതലായിരിക്കും, ഉറപ്പ്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും സക്സസ് ആവുക. കാരണം ഹേറ്റേഴ്സ് വരുന്നവരും നമ്മൾ അല്ലെങ്കിൽ ഉദിച്ച് നിൽക്കുന്ന സൂര്യനെ നോക്കിയിട്ട് നമ്മുടെ പട്ടി താഴെ നിന്ന് ഓടിയിടും, ഓ എന്ന് പറഞ്ഞു. പക്ഷേ ആ ചന്ദ്രൻ്റെ ഉദിപ്പ് കുറയാറില്ല, കൂടാതെ പോകും. അതുപോലെ അവർ താഴെ നിന്ന് പട്ടികളൊക്കെ കുറച്ചോട്ടെ, നമുക്ക് കാര്യമൊക്കെ ഉണ്ടാകും. കാരണം നമ്മളെക്കുറിച്ച് ഇപ്പം നമ്മൾ ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്ത് സാധനം ഇട്ടാൽ പോലും അതിനകത്ത് കുറേ ബാഡ് കമൻറ്റും അല്ലെങ്കിൽ നേരെ വിളിച്ച് ചീത്ത വിളിക്കാൻ ആൾക്കാരുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. ഒറ്റ ആൾക്കാർ മനസ്സിലാക്കി എന്തൊക്കെയാ മുഖ്യത്തിൻ്റെ വിളിച്ച് എത്ര ആൾക്കാർ തിരിവിളിക്കണം, അതൊന്നും തിരിച്ചു വിളിക്കുന്നുണ്ടോ? എക്സാമ്പിൾ എന്തൊക്കെയാ മമ്മൂട്ടി മോഡൽ എത്ര ആൾക്കാർ, അവരെ ഹേറ്റേഴ്സിന് എത്ര ആൾക്കാർ തിരിവിളിക്കുന്നു? നിങ്ങൾ വിചാരിക്കുക നിങ്ങളൊരു ആനയാണ്. നിങ്ങളൊരു ആനയെന്ന് ചിന്തിച്ചോ. ആന ഇങ്ങനെ നടന്നുകൊണ്ട് പോകണം, കുറേ പട്ടികളൊക്കെ അവളോടൊന്നും കുറയ്ക്കും. ആന ഭയങ്കരമായിട്ട് അങ്ങ് പോകും. പക്ഷെ പട്ടി മുമ്പിലേക്ക് പറ്റും, ആന തട്ടുള്ളൂ. മുമ്പിലേക്ക് വന്ന് തട്ടിക്കും, സൈഡിലത് കുറയ്ക്കട്ടെ അല്ലേ? നിങ്ങളവിടെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വന്നാൽ നിങ്ങളിപ്പോൾ ഈ ബിസിനസ് ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഞാൻ എൻ്റെ ബിസിനസ് 6ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം എൻ്റെ വീട്ടിൽ അത്ര ദാരിദ്ര്യമായിരുന്നു. അപ്പം അത്യാവശ്യം വീട്ടിൽ വന്ന് ഒച്ചപ്പാടുണ്ടാകുന്ന പ്രശ്നങ്ങളും. അമ്മ അത്യാവശ്യം റോഡ് പണിക്കൊക്കെ പോകുന്നു. അന്നത്തെ റോഡ് പണി എന്ന് വെച്ചാൽ അറിയാലോ, കൊട്ടൊക്കെ ചുമന്ന് മറ്റേ പടിന്ന് വിഷൻസ് പോലെയല്ല. അപ്പോൾ അത്രയും ലെവലിൽ പണിയെടുക്കുന്ന അമ്മേനെ കണ്ടപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ വേറെ ഒന്നുമല്ല, കപ്പലിൻ്റെ കച്ചവടം. പിന്നെ എന്താ പറയുക, മറ്റേ റൂപിക്ക പറിച്ച് ഉപ്പിലിട്ട് സ്കൂളിൻ്റെ അടുത്തുള്ള കടകളൊക്കെ കൊടുക്കും. അങ്ങനെ കുറേ ചെയ്യായിരുന്നു. പിന്നെ ഞാൻ മാർബിളിൻ്റെ പണിക്ക് പോകാറുണ്ട്. ഇപ്പം സാറ് പറഞ്ഞില്ലേ, അതായത് നമ്മൾ മറ്റുള്ള ആൾക്കാരൊക്കെ റോഡ് പണിക്ക് പോകുമ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ പണിക്കാരാണ്. ആ കോൺട്രാക്ടറാണ് ശരിക്കും പൈസ ഉണ്ടാക്കുന്നതാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോൺട്രാക്ടറായിരുന്നു. അത് മാർബിളിൻ്റെ ടൈൽസ്